ഇത് നിങ്ങളോട് ആരെങ്കിലും ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് ചോദിക്കുന്നു എന്താണ് മോണ്ടിസോറി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്ത് മോണ്ടിസോറി എന്താന്ന് അതിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം? ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെ, ഒരു ടീച്ചിങ് മെത്തേഡ് ആണ് ഏത് മോണ്ടിസോറി മെത്തേഡ്. ഇനി ഈ മോണ്ടിസോറി മെത്തേഡ് എങ്ങനെയാ ഉണ്ടായത് എന്നുള്ളത് പറയാം. എങ്ങനെയാ ഈ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 1870 മരിയ മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കുട്ടി, ഇറ്റലിയിലായിരുന്നു അവരുടെ ജനനം. 1870 ഇറ്റലിയിൽ ജനിച്ച മരിയ മോണ്ടിസോറി, അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒറ്റൊരു കുട്ടി, ആർമിയിലായിരുന്ന അച്ഛന്റെയും സാധാ ഒരു ഹൗസ് വൈഫ്. അത്യാവശ്യം പൊട്ടിക്കാനുള്ള വെടി എന്തുണ്ടാകണോ നമ്മളെ പോക്കറ്റിൽ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് വെറുതെ ആ ഒരു ക്ലാസ്സിൽ പോയിട്ട് ABCD അല്ലേ 1 2 3 അല്ലേ ഒന്നും വിചാരിച്ചിട്ട് ഒരിക്കലും പോവരുത്. അതിനുള്ള നോളജ് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കൈമിൽ ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? മോണ്ടിസോറിയുടെ ഡെവലപ്മെന്റ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ മരിയ 3 വയസ്സുള്ള സമയത്ത് മരിയയുടെ അച്ഛനും അമ്മയും റോമിലേക്ക് ഷിഫ്റ്റായി. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം, കാലഘട്ടം ഇതൊന്നല്ലേ, 1870 ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ. പിന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നതോ അത് അതിലേറെ പണിവട്ട കാര്യമാണ് അല്ലെ. ആ സമയത്ത് പെൺകുട്ടികളൊന്നും പഠിക്കലുണ്ടാ? നമ്മൾ ഉമ്മാമാന്റെ ഉമ്മയൊന്നും പഠിച്ചിട്ടുണ്ടാ? ഇല്ല, പഠിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. എന്തിനാ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം? അവര് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ചോറും കറിയും വെച്ച് ഭർത്താവിനെയും മക്കളെയും ഇതൊക്കെ നോക്കി നിൽക്കേണ്ടവരാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു അല്ലെ. വ്യത്യസ്തരായ ആൾക്കാർ ഉണ്ടാവാം, പക്ഷെ മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ മരിയയുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ഭയങ്കര താല്പര്യം. അങ്ങനെ മാക്സിമം വിദ്യാഭ്യാസം മരിയയ്ക്ക് കൊടുക്കുന്നു. ഒരുപാട് സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഥ നിങ്ങൾ വേണമെങ്കിൽ എവിടെയെങ്കിലും വായിച്ചോ. അതൊക്കെ വിശദീകരിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് പറയാനേ നമുക്ക് സമയം ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറയാ, മരിയ ഒരു ഡോക്ടറായി മാറുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഒരു ഡോക്ടറായ മറിയ എങ്ങനെ ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നു? സ്വാഭാവികമായിട്ട് നിങ്ങളായാലും ചിന്തിക്കൂലേ, ഡോക്ടറായ മരിയ എങ്ങനെ ഒരു ടീച്ചിങ് മെത്തേഡായ മോണ്ടിസോറി മെത്തേഡ് കണ്ടുപിടിച്ചു? നിങ്ങൾക്ക് ആ ചിന്ത വന്നിട്ടില്ലേ മനസ്സിൽ? ഒന്നിനാ എന്നപ്പോ ചോദിക്കലല്ലേ അതെന്താ ടീച്ചറെ അങ്ങനെ? അവര് ടീച്ചറല്ലല്ലോ, അവരും ഒരു ഡോക്ടറല്ലേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മരിയ ശരിക്കും പറഞ്ഞാൽ മരിയ അനാട്ടമി ഹാളിലെ, അതായത് പ്രാക്ടിക്കൽ ലാബിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു നമ്മുടെ മരിയ മോണ്ടിസോറി. കാരണം അത്രയേറെ പ്രയാസങ്ങളിലൂടെയാണ് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അതെന്തിനാ അനാട്ടമി ഹാളിൽ നിന്ന് മരിയനെ പുറത്തു പറഞ്ഞ് മരിയനെ അനാട്ടമി ഹാളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ചരിത്രം വരെ മരിയയ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട ആ റോമിലല്ലേ ജനിച്ചത്, ഒന്നും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആയിരിക്കും. പക്ഷെ അവരും പ്രയാസങ്ങളിലൂടെയാണ് അവരുടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ, ഇറ്റലിയിലെ ആദ്യത്തെ പെൺ ഡോക്ടർ, ഫീമെയിൽ ഡോക്ടറായി മാറി മരിയ മോണ്ടിസോറി. ആദ്യത്തെ ഇറ്റലിയിലെ ഡോക്ടറാണ് നമ്മുടെ മരിയ മോണ്ടിസോറി. അങ്ങനെ അവർ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അവര് റൗണ്ട്സിന് പോകുന്നത് ഈ മെന്റലി കുറച്ച് ഡിസേബിൾഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ മെന്റലി മെച്യൂരിറ്റി ഇല്ലാത്ത കുറച്ച് കുട്ടികളെ ആയിരുന്നു അവരെന്ത് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അവർക്ക് പോവരുണ്ടാവും. അതായത് അവര് ആ ഒരു റൂമിൽ പോയി അവിടെയുള്ള കുട്ടികളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് മെന്റലി ഡിസേബിൾഡ് എന്നാ പറയാ. ശരിക്കും ആ ടേം ഒരു ടീച്ചർ എന്ന നിലയിൽ ഉപയോഗിക്കാൻ പാടില്ല. മെന്റലി ഡിസേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിമാന്ദ്യം അല്ലെ. നമ്മുടെ മുന്നിലെത്തുന്ന കുട്ടികളൊന്നും ഒരിക്കലും മെന്റലി ഡിസേബിൾ, ഡിഫറently ഏബിൾ, ആ വേർഡ് മാത്രമേ ഒരു ടീച്ചർ ഉപയോഗിക്കാൻ പറ്റൂ. എന്ത്? ഡിഫറently ഏബിൾ. ഡിഫറently ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യസ്തമായിട്ട് കഴിവുള്ളവർ. അങ്ങനെ മാത്രമേ ആ ടേം മാത്രമേ ഉപയോഗിക്കാൻ പറ്റും. ഒരിക്കലും ഒരു കുട്ടിയും ഡിസേബിൾഡ് ആണ് എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. കാരണം പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടി അവന്റെ മേഖല എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ആയിരിക്കും അല്ലെ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഒരുപോലെ പഠിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവോ? ഇല്ല. അപ്പോ മരിയ മോണ്ടിസോറി ഇങ്ങനെയുള്ള കുട്ടികൾ, അതായത് മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോയ സമയത്ത് മരിയ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ ചില മാറ്റങ്ങൾ മരിയയ്ക്ക് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ? ഓരോ കുട്ടീനെയും വ്യത്യസ്തമായ അപ്രോച്ചിലൂടെ സമീപിക്കുമ്പോൾ ആ കുട്ടികളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നു.
അങ്ങനെ മരി റിയലൈസ് ചെയ്യുന്ന കാര്യം എന്താ അറിയോ, നമ്മൾ എല്ലാവരടുത്തും ഫോളോ ചെയ്യേണ്ടത് ഒരേ മെത്തേഡ് അല്ല. ഞാൻ ഇവരുടെ പേരെന്താ? ഷെരീഫ. ഇവരുടെ പേരെന്താ? അസ്ന. അപ്പൊ ഷെരീഫിനെ ഞാൻ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്, രണ്ടുപേരെയും ഞാൻ ഇരുത്തി ഒരു മെത്തേഡ് ഞാൻ അങ്ങോട്ട് ചെയ്യുന്നു. ഒരു കാര്യം, ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ എൻ്റെ ഒരു ടീച്ചിങ് മെത്തേഡ് ഉപയോഗിക്കുന്നു. മേ ബി അത് ഷെരീഫയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവാം, അസ്നയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ച് അസ്ന പൊട്ടത്തി അന്ന ആണോ? അല്ല. ഷെരീഫയ്ക്ക് ഉപയോഗിച്ച ആ മെത്തേഡ് അല്ല ഞാൻ ആരുടെ അടുത്ത് ഉപയോഗിക്കേണ്ടത്? അസ്നയുടെ അടുത്ത് ഉപയോഗിക്കേണ്ടത്. ഞാൻ എന്തോ വേറൊരു മെത്തേഡ് അവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു 30 കുട്ടികൾ അല്ലെങ്കിൽ 25 കുട്ടികളുള്ള ക്ലാസ്സിൽ നിങ്ങളൊരു മെത്തേഡിലൂടെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നു. അതിൽ 20 കുട്ടികൾക്കും കാര്യം മനസ്സിലായി, കുട്ടികൾ അത് മനസ്സിലാക്കി ചെയ്യുന്നു. പക്ഷെ 5 കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം? കുട്ടികളുടെ പ്രശ്നമാണോ അതല്ല നിങ്ങൾ പറഞ്ഞത് കുട്ടികളിലേക്ക് എത്താത്ത പ്രശ്നമാണോ? നിങ്ങളുടെ പ്രശ്നമല്ല, കുട്ടിയുടെയും പ്രശ്നമല്ല. പ്രശ്നം എന്താണ് അവിടെ? നിങ്ങളുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ്. അതായത് 20 കുട്ടികൾക്ക് മനസ്സിലായ മെത്തേഡ് പോരാ ഈ 5 കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള മെത്തേഡ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതവിടെ നിർത്തി അടുത്ത ടോപ്പിക് എടുക്കല. പിന്നെ അപ്പൊ നിങ്ങൾ ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ കണ്ടെത്തണം എന്ത്, ആ 5 പേർക്ക് മനസ്സിലാക്കാനുള്ള മെത്തേഡ് എന്താണ്, ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് ഇനി ഇത് എന്ത് ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ ഞാൻ എല്ലാരും വാ, സമയത്തിൻ്റെതായ പരിമിതി കൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടാ. ഒന്നുമില്ല, ജസ്റ്റ് മോണ്ടിസോറിയുടെ ഒരു ഇൻട്രഡക്ഷൻ. ഓക്കെ. അപ്പോ പിന്നെ ഞാനെന്താ പറഞ്ഞേ? മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പോ ഈ മെത്തേഡ് അല്ല, ഞാൻ അവര് വന്നപ്പോ ഇങ്ങനെ അവര് വന്നു, അവരോട് എന്തെങ്കിലും ചോദിക്കാന്നെല്ലാം വിചാരിച്ചതാ. പക്ഷെ ഞാൻ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തു. കാരണം ഞാൻ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സമയം താമസിക്കും. സത്യത്തിൽ നിങ്ങളെല്ലാവരും പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ സമയപരിധി മൂലം അത് പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം കേട്ടാ. നിങ്ങൾ വിചാരിക്കേണ്ട ടീച്ചർക്ക് ഭയങ്കര ജാടയാണ്, നമ്മളോടൊരു പേര് വരെ ചോദിച്ചിട്ടില്ല, വരും ചെയ്തിട്ട് അങ്ങനെ മരിയാമോ സോറി ടീച്ചർ ടീച്ചിങ് എന്നിട്ട് തുടങ്ങി. അങ്ങനെയൊന്നും അല്ല, അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ, സമയപരിധി ഉണ്ട് അല്ലേ. നിങ്ങളുടെ എൻ്റെ സമയത്തിന് വിലയുണ്ട്. കാരണം ഒന്നാമത് നമ്മൾ വരുന്നത് ഒരു ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും ഫാമിലിക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്നവരാണ് നമ്മളല്ലേ. ഭർത്താവിന്റെ സൗകര്യവും കുട്ടീന്റെ സൗകര്യവും വീട്ടിലുള്ളവരുടെ അയൽവാസിന്റെ സൗകര്യം വരെ ചിലപ്പോൾ നോക്കേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് നമ്മളല്ലേ, അല്ലേ? അതെ, ആണ്, എനിക്കറിയാം. ഞാനും നിങ്ങളെ പോലെ ഒരു സാധാരണയായ ഒരു ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾ നേരിടുന്ന പ്രയാസവും ഞാൻ നേരിടുന്ന പ്രയാസവും എല്ലാം എനിക്കറിയാം. അപ്പോൾ മോർണിംഗിൽ 4:30 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്കൂളിൽ 7:55 എത്തും. 8 മണിക്കാണ് ലോങ് ബെല്ല്. 7:55 ഓടി പിടിച്ചെത്തും. ചില ദിവസം 8 മണിക്ക് എത്തും. പ്രിൻസിപ്പളിന്റെ ഷൗട്ടും കിട്ടും. അല്ല കാര്യം എന്നാ. അപ്പൊ ഓടി പിടിച്ചെത്തും. ഞാൻ ഒരു സെക്കൻഡ് ഇരിക്കൽ എപ്പോഴാണെന്നറിയോ? ആ രജിസ്റ്റർ, കുട്ടിയുടെ രജിസ്റ്ററിൽ പേര് വിളിക്കണ്ടേ, ആ സമയത്ത് ഞാൻ ഒന്ന് ചെയറിൽ ഇരിക്കുക, ഒന്ന് അമർന്നിരിക്കുക. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, അത്രയും തിരക്കിൽ ഓടുന്ന മനുഷ്യരാ. നിങ്ങളും ആയിരിക്കാം, അല്ലാന്നല്ല, നിങ്ങളുമാണ്. അതാ ഞാൻ പറയാം, നിങ്ങളിൽ ഒരാളാണ് ഞാൻ. അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്നിട്ട് നമുക്ക് ടീച്ച് ചെയ്യുമ്പോൾ ഇരുന്നൂടട്ടാ. ടീച്ചിങ് എത്തിക്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരിക്കലും ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കരുത്. നടന്ന് കുട്ടികളുടെ ഇടയിലൂടെ പോയി കുട്ടികളെയൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തൊട്ട് തലോടി അങ്ങനെ മാത്രമേ, പ്രത്യേകിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന pre-KG ആൻഡ് KG സെക്ഷനിൽ അങ്ങനെ മാത്രമേ ക്ലാസ് എടുക്കാൻ പറ്റൂ. അതല്ലാണ്ട് വേറെ കയറി വന്ന് ഇരുന്ന് കസേരയിലിരുന്ന്, പണ്ട് ഞാനൊക്കെ പഠിക്കുമ്പോൾ LP ടീച്ചർ അങ്ങനല്ലേ, ഒരു ശാന്തമ്മ ടീച്ചറെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചർ നിന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ട്രെയിനിങ്ങിന് പോകുമ്പോൾ നിക്കലെന്ന് പറയുന്നത് പറ്റൂല. ടീച്ചിങ്ങില് അന്ന് വിചാരിച്ചിട്ട് നമുക്ക് തീരെ പറ്റാത്തൊരു ദിവസം പോവേണ്ടി വന്നു എന്ന് വിചാരിച്ചോ, എന്നിട്ട് ഇരിക്കാണ്ട് വേറെ നിവൃത്തിയില്ല, ഇരുന്നേ പറ്റൂ എന്ന് വെച്ചിട്ട് എണീച്ച് നിൽക്കിട്ട് ടീച്ചർ പറഞ്ഞിനി അങ്ങനെ ക്ലാസ് എടുത്തോളൂ എന്ന് പറയക്കല്ലേ. ശരിക്കും ടീച്ചിങ്ങിന്റെ ഒരു എത്തിക്സ് പ്രകാരം നിന്ന് ക്ലാസ് എടുക്കണം. നിന്നിട്ടൊന്നും അല്ല, കുട്ടികളുടെ ഇടയിൽ ഓടിക്കളിച്ചിട്ടാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലെ, ആദ്യം ഈ പെണ്ണുങ്ങൾ എന്തിങ്ങനെ ഓടിക്കളിക്കുന്നത്, അതൊരു ശീലമായത് കൊണ്ടാണ് കേട്ടാ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം, മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 25 കുട്ടികളുള്ള ക്ലാസ്സിൽ 20 കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായി, 5 കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ 5 കുട്ടികളുടെ പ്രശ്നമാണ്, അത് നിങ്ങൾ എന്ത് ചെയ്യും, ഹോംവർക്ക് ആയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് പറയും, പാരന്റിനോട് പഠിപ്പിക്കാൻ പറയാം, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അങ്ങനെ ഒരു പോകരുത്. അങ്ങനെയുള്ളത് ഒരു നല്ല ടീച്ചർ അല്ല.
നിങ്ങളാവേണ്ടത് ഒരു നല്ല ടീച്ചറാണ്. കാരണം നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന നമ്മൾ പില്ലേഴ്സ് ഓഫ് ദ സൊസൈറ്റിയാണ്. സൊസൈറ്റീനെ വാർത്തെടുക്കുന്ന സൊസൈറ്റിയുടെ പില്ലേഴ്സ് ആണ് ടീച്ചേഴ്സ്, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ ആവരുത്. ടീച്ചർ ആവുക എന്നതിലുപരി ഒരു നല്ല ടീച്ചർ ആവുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഒരു നല്ല ടീച്ചർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ അത് പറ. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ കിട്ടും. ഒരു ടീച്ചറായ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒരു നല്ല ടീച്ചർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്താ? കുട്ടികളെ കെയർ ചെയ്യണം, അതൊക്കെ വേണം. പക്ഷെ ഏറ്റവും നല്ല ക്വാളിറ്റി പേഷ്യൻസ് ആയിരിക്കണം ഒരു ടീച്ചറുടെ ഏറ്റവും നല്ല ക്വാളിറ്റി. ആരാണ് ഞാൻ ചോദിച്ചാൽ ഞാൻ ഉത്തരം ധൈര്യമായിട്ട് പറയും, പേഷ്യൻസ് ആണ് ഒരു ടീച്ചർക്ക് വേണ്ട ആദ്യത്തെ ക്വാളിറ്റി. അങ്ങനെ 25 കുട്ടികളുള്ള ക്ലാസ്സിൽ 25 കുട്ടികളുടെ സ്വഭാവം 25 തരമല്ല, 35 തരമായിരിക്കും. സത്യം, 35 തരത്തിലുള്ള കുട്ടികളാണ് ഉണ്ടാവുക അവര്. കാരണം അത്രയും അവരെന്ന് പറയുന്നത് അത്രയും വ്യത്യസ്തരാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അത് നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ പേഷ്യന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. അടിക്കാൻ പറ്റോ? ഇല്ല. ഈവൻ എണീപ്പിച്ച് നിർത്താൻ പോലും പറ്റൂല എന്നാണ് പുതിയ ഇത്. പക്ഷെ ഞാൻ എണീപ്പിച്ച് നിർത്തലല്ലോ ഉണ്ടേ. ഹൈസ്കൂൾ ആയതുകൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ pre-KG മുതൽ ക്ലാസ് കൊടുത്തിട്ടുള്ള ഒരു ടീച്ചറാണ്. ഹൈസ്കൂളാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പേഷ്യൻസ് ആണ് ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. ഈ ഒരു ക്വാളിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഫഷനിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കൂല. എന്തെങ്കിലും എല്ലാം പഠിപ്പിക്കുക, മാസാവസാനം ആകുമ്പോൾ ശമ്പളം വാങ്ങുക, അത്രേ ഉണ്ടാവും ചിന്ത. അതിനപ്പുറത്തേക്ക് ഒരു ചിന്ത ഉണ്ടാവില്ല. ടീച്ചിങ് പ്രൊഫഷനിൽ നമ്മൾ എപ്പോഴും പാഷനേറ്റ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ, പ്രത്യേകിച്ച് എല്ലാ പ്രൊഫഷനിലും നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ഫീൽഡിൽ എന്തുണ്ടാവും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. നമുക്ക് നല്ലൊരു ടീച്ചർ എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ഹാർഡ് വർക്കിംഗ് അല്ല അവിടെ വേണ്ടേ, പാഷനാണ് വേണ്ടത്. ആ ടീച്ചിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടായിരിക്കണം. കുട്ടികളിൽ നമ്മൾ കുട്ടികളാവണം, കുട്ടികളുടെ ടീച്ചർ ആവേണ്ട അടുത്ത് ടീച്ചറാവണം, അമ്മയാവേണ്ട അടുത്ത് അമ്മയാവണം. എല്ലാം ചെയ്യണം. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. കാരണം ഒരു കുട്ടി അവന്റെ ലൈഫിൽ ഓർക്കുമ്പോൾ, ഒരു ടീച്ചറുടെ മുഖം ഓർക്കുമ്പോൾ നല്ലത് മാത്രമേ ഓർക്കാൻ പറ്റൂ. ഞാനൊക്കെ ഇപ്പോഴും ഒരു ടീച്ചറെ കുറിച്ച് ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്ന ടീച്ചർമാരെല്ലാം എന്റെ മനസ്സിലുണ്ട്. നിങ്ങളെ മനസ്സിലുണ്ടാവും ഇല്ലോ എന്ന് എനിക്കറിയില്ല, ഉണ്ട്, എന്റെ മനസ്സിലുണ്ട്. ആ കഥ ഞാൻ വേണമെങ്കിൽ പിന്നെ പറയാം, സമയം വരികയാണെങ്കിൽ ഞാൻ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത സബ്ജക്ട് മാത്സ് ആയിരുന്നു. എപ്പോ വരെയെന്നറിയോ? 8ാം ക്ലാസ് കഴിയുന്നത് വരെ. ഞാൻ ഇവിടെ പല ക്ലാസ്സുകളിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അശ്വിനി മാമിനെ അറിയായിരിക്കും. മാത്സ് എനിക്ക് 8ാം ക്ലാസ് വരെ ഇഷ്ടമല്ല. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും, സങ്കടം വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? മാത്സ് എടുക്കുന്ന ടീച്ചർ ഇങ്ങനെ ഇങ്ങനെ ഇറച്ചിയെടുക്കും, രഞ്ജിനി ടീച്ചർ. ഞാൻ പിന്നെ ടീച്ചറെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് പറയുവേ, ഞാൻ രഞ്ജിനി ടീച്ചറെ കണ്ട ഞാൻ എന്തായാലും പറയും, ടീച്ചറെ ഒരു ടീച്ചർ ഇങ്ങനെയല്ല ആവണ്ടെന്നുള്ളത്. അപ്പൊ അന്ന് എനിക്ക് ആ ടീച്ചർ ഭയങ്കര പേടിയാണേ. ഇപ്പോഴത്തെ പോലെ ടീച്ചർമാരെ പേടിയില്ലാത്ത കാലമൊന്നല്ല ഞാൻ പഠിച്ച കാലം. നമുക്ക് ടീച്ചർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ബഹുമാനമാണ്, അതൊരു പേടിയുമാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയാണോ? ഇന്നത്തെ കുട്ടികൾ ടീച്ചറും കുട്ടികളും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ്, അല്ലേ? വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, വീട്ടിൽ സമ്മാനവും കൊണ്ടുപോവുക. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഡേക്ക് കുറെ സമ്മാനം, അല്ലേ? ഇപ്പൊ അങ്ങനെയല്ലേ? ചിൽഡ്രൻസ് ഡേക്ക് ടീച്ചർ കൊടുക്കുന്നു, ടീച്ചേഴ്സ് ഡേക്ക് ടീച്ചർക്ക് കിട്ടുന്നു, ബർത്ത്ഡേക്ക് അവർക്ക് കേക്ക് മുറിക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയാണോ അശ്വിനി മാമേ? അല്ലല്ല. നമ്മൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിലൊരു ഭയമാണ്, അല്ലേ? ടീച്ചർ മാത്സ് മാഷിൽ അതിലേ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എണീച്ചിക്കും, അല്ലേ? ഇപ്പൊ അതൊന്നുമില്ല, എണീറ്റിക്കലൊന്നും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. ന്യൂ ജനറേഷന് അതൊന്നും അറിയില്ല. പ്രാർത്ഥന ചൊല്ലിയപ്പോ മോൾ എണീറ്റുന്നില്ല. അവള് ന്യൂ ജനറേഷനാണ്. അവളോട് ആരെങ്കിലും പറയണം പ്രാർത്ഥനയിൽ എണീറ്റ് നിൽക്കണം എന്നുള്ളത്. അതൊന്നും അവർക്കറിയില്ല. അതേപോലെ എന്താ ഞാൻ പറഞ്ഞത്, മെത്തേഡ് ഓഫ് ടീച്ചിങ്, അല്ലെ? അപ്പൊ മെത്തേഡ് ഓഫ് മാത്സ് പറഞ്ഞു, രഞ്ജിനി ടീച്ചറെ പറഞ്ഞു. ഓക്കെ, ഞാൻ അതാ പറഞ്ഞത്. പല വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പൊ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഒരു 2-3 മിനിറ്റ് ഞാൻ മാറി സംസാരിക്കുന്നത് കാണുമ്പോ ടീച്ചറെ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഈ മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് എന്ത്? നമ്മുടെ മോണ്ടിസോറി. ഇത്രയും മനസ്സിലാക്കണ്ടു. മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു മെത്തേഡാണ്. ഇനി എങ്ങനെയുള്ള മെത്തേഡിനെയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്? അവിടെയാണ് ഈ പറയുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു പ്രാധാന്യം വരുന്നത്. മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാൾ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ വെർബലായിട്ട് ക്ലാസ് എടുക്കുന്നതല്ല മോണ്ടിസോറി. മോണ്ടിസോറി ഈസ് എ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇൻ മോണ്ടിസോറി വി യൂസ് സം ടൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോണ്ടിസോറിയിൽ എന്താ പറയാ,
ടൂൾസിന് എന്താ പറയാ മോണ്ടിസോറിയിൽ? എന്താ പറയാ? നോ, ടീച്ചിങ് എയ്ഡ്സിന് മോണ്ടിസോറിയിൽ പറയുന്ന പേരെന്താ? അപ്പാരറ്റസ്. കേട്ടില്ലേ? ആ വാക്ക് കേട്ടില്ലേ? അതായത് ടീച്ചിങ് എയ്ഡ് നമുക്ക് പലതരത്തിലുള്ള ടീച്ചിങ് എയ്ഡ് ഉണ്ടാക്കാം അല്ലെ, പലതരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഈ സാധനങ്ങളെ പറയുന്ന പേരാണ്, ഈ ടൂൾസിനെ പറയുന്ന പേരാണ് മോണ്ടിസോറിയിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് അപ്പാരറ്റസ്. ചിലപ്പോൾ ഇന്റർവ്യൂവിൽ ചോദിക്കാം. ഇന്റർവ്യൂവിൽ ഇന്നതേ ചോദിച്ചോളൂ, ഇന്നതേ ചോദിക്കാണ്ടൊന്നുമില്ല, എന്ത് വേണമെങ്കിലും അവർക്ക് നിങ്ങളോട് ചോദിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു അറിവിനെ ടെസ്റ്റ് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കാനായിരിക്കും. അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കാം. അന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കുക, എന്നെക്കാളും പൊട്ടനാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളാം. എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് പറഞ്ഞോളാം. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ആ കാര്യങ്ങളെ കുറിച്ചുള്ള കുറച്ച് അറിവ് വേണം. പിന്നെ നിങ്ങൾ കാര്യങ്ങൾ നമുക്ക് അറിവിനേക്കാൾ കൂടുതൽ അവർക്ക് തോന്നണം, എനിക്കുള്ളതിന് എനിക്ക് എന്തറിയാം, അതിനേക്കാൾ കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കി കൊടുക്കണം. ഉണ്ടായിട്ടൊന്നല്ല, അറിയുന്നതായിട്ടൊന്നല്ല, പക്ഷെ അങ്ങനെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കി കൊടുക്കണം. മനസ്സിലായോ? അവര് നിങ്ങളെ പിന്നെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുന്നത് എന്തിനായിരിക്കും? അവർക്ക് നിങ്ങളെ കൊണ്ട് ഉപകാരമുണ്ട് എന്ന് തോന്നിയാൽ മാത്രമല്ലേ എടുക്കൂ, അല്ലാത്ത എടുക്കോ? ഒരു ഉപകാരം ഇല്ലാത്തതിനെല്ലാം ആരെങ്കിലും എടുത്ത് വെക്കോ? വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കും അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയുന്നതിനേക്കാൾ എന്തൊക്കെയോ നിങ്ങൾക്ക് കൂടുതൽ അറിയാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കണം അവരിൽ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കി അവർ ചെയ്തോളൂ. ഓക്കെ. അപ്പോ എന്താ മോണ്ടിസോറി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് മെത്തേഡാണ് അല്ലെ? ഒരിക്കലും മോണ്ടിസോറി ഒരു പ്ലേവേ മെത്തേഡ് അല്ല കേട്ടോ. കളിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക എന്നതാണ് മോണ്ടിസോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക തെറ്റാണ്. അതല്ല മോണ്ടിസോറി. മോണ്ടിസോറി എന്താ? ഒരു സിമ്പിൾ വേർഡിൽ പറ, ഒറ്റ സെന്റൻസിൽ. യെസ്, ഫ്രീഡം വിത്ത് ലിമിറ്റ്സ്. അതാണ്. അപ്പോ മോണ്ടിസോറി എന്ന് പറയുന്ന ഈ ടീച്ചിങ് മെത്തേഡിൽ ചില അപ്പാരറ്റസുകൾ, ചില ടൂൾസുകൾ ഉപയോഗിച്ച് നമ്മൾ കുട്ടിക്ക് ക്ലാസ് എടുക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്? മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് എന്താണെന്ന് മനസ്സിലായി. മോണ്ടിസോറി മെത്തേഡ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഇല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ മോണ്ടിസോറി എന്ന് പറയുന്ന കാര്യം 5 ഏരിയകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. 5 ഏരിയ ഓഫ് കീസ്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? മോണ്ടിസോറിയിലെ 5 ഏരിയാസ് ആണ് ഉള്ളത്. മോണ്ടിസോറിയിൽ 5 ഏരിയകളിലൂടെയാണ് മോണ്ടിസോറി എന്ന് പറയുന്ന ഒരു കാര്യം കടന്നു പോകുന്നത്. 5 ഏരിയാസ് ആണ് മോണ്ടിസോറി കവർ ചെയ്യുന്നത്. 5 ഏരിയാസ് ആണ്. 5 ഏരിയാസ് ഏതൊക്കെയാണ് ഈ 5 ഏരിയാസ്? ഫസ്റ്റത്തേതാണ് പ്രാക്ടിക്കൽ. The second one is സെൻസോറിയൽ. ഈ സെൻസോറിയൽ ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരാം. അതായത് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെയാ നമ്മുടെ 5 സെൻസ് ഓർഗൻസ്? യെസ്, ഐസ്, നോസ്, ഇയേഴ്സ്, മൗത്ത് ആൻഡ് സ്കിൻ. ദീസ് ആർ ദ 5 സെൻസ് ഓർഗൻസ്. അപ്പൊ ഈ 5 സെൻസ്, അതായത് സൈറ്റ്, കാഴ്ച. നോസിലൂടെ എന്താ മനസ്സിലാകുക? സ്മെൽ. ഇയറിലൂടെ എന്താ മനസ്സിലായ? യെസ്, സൗണ്ട്സ്, ഇയറിങ്സ് അല്ലെ? പിന്നെ ഇതെന്താ? സ്കിന്നിലൂടെ എന്താ? ടച്ചിങ്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് ഏത്? സ്കിൻ, ടച്ച്. ടച്ചിലൂടെ നമുക്ക് ഏതൊരു കാര്യവും ഒരു കുട്ടിയിൽ നമുക്ക് സ്വാധീനം ചെലുത്താൻ ഏറ്റവും ഉപകരിക്കുന്ന ഒരു സെൻസ് ഓർഗൻ ആണ് എന്ത്? സ്കിൻ, ടച്ചിങ്. അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് ഒരു കുട്ടിയുടെ മൈൻഡിലേക്ക് എത്താൻ പറയാം. സംസാരത്തിലൂടെയൊന്നും നമുക്ക് വേഗം ഒന്നും എത്താൻ പറ്റൂല, കാഴ്ചയിലൂടെയൊന്നും. അത് കുട്ടികൾക്ക് കാര്യം മനസ്സിലാക്കാം. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? എല്ലാ കുട്ടികളും നമ്മൾ പറഞ്ഞ പോലെ ഒരു കുട്ടീനെ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാം. പല ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഉണ്ടാവാം ഇല്ലേ? ഫൈനാൻഷ്യൽ എടുക്കുകയാണെങ്കിൽ പല രീതിയിൽ ഫൈനാൻഷ്യലി ഉള്ള കുട്ടികൾ ഉണ്ടാവാം. നല്ല ഫൈനാൻഷ്യൽ ഉണ്ടാവാം, നല്ല തീരെ ഇല്ലാത്തവരുണ്ടാവാം, മിഡിൽ ക്ലാസ് ഉണ്ടാവാം അല്ലെ? അപ്പൊ and the fourth one, language.
The last one is culture. ഇതാണ് മോണ്ടിസോറി കടന്നു പോകുന്ന 5 ഏരിയാസ്. ഈ 5 ഏരിയകളിലൂടെയാണ് മോണ്ടിസോറി എന്ന് പറയുന്ന ടീച്ചിങ് മെത്തേഡ് ഒരാൾ പഠിക്കുക എന്ന് പറയുന്നത്. ഈ 5 മേഖല, ഈ 5 ഏരിയകളിലൂടെയാണ്. ഇല്ല, ഈ 5 ഏരിയയും നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഈ 5 ഏരിയ ഒന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് ഈ 5 ഏരിയയുടെ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രാക്ടിക്കൽ സെക്ഷനിൽ വരുന്നതാണ് ഏത്? പോറിംഗ് ആക്ടിവിറ്റി. ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പോറിംഗ് ആക്ടിവിറ്റി സാബ്ര മാം ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ലേ? അപ്പൊ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടല്ലേ? കണ്ടിട്ടില്ലേ? അറിയില്ലേ എങ്ങനെയായി പോറിംഗ് ആക്ടിവിറ്റി ചെയ്യാന്ന്? അറിയോ? എത്ര പേർക്ക് അറിയാം? പോറിംഗ് എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. പോറിംഗ് ഒഴിക്കുക അറിയാം അല്ലേ? അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജഗ്ഗിലുള്ള വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് എന്ത് പറയുന്നത്? പോറിംഗ്. അതായത് നമ്മൾ പിടിക്കുമ്പോൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് അല്ലെ? ഇങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ടച്ച് കൊടുത്തിട്ട് വേണം ഒഴിക്കാൻ അല്ലെ? നമ്മൾ ഒരു കാര്യം പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണ്ടിസോറിയിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കൂടുതൽ വർത്താനമൊന്നും പറയൂല. മോണ്ടിസോറിയിൽ എന്നെ പോലെ വർത്താനമൊന്നും കൂടുതൽ പറയുകയും ചെയ്യില്ല. ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട്, മോണ്ടിസോറി ട്രെയിനറാണ്, അതിലുപരി ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ എനിക്ക് ചെയ്യില്ല. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. വേറെ എന്ത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു കൈ നോക്കാം. പക്ഷെ സംസാരിക്കാണ്ടിരിക്കുന്നു പറഞ്ഞാൽ എനിക്ക് പറ്റുന്ന കാര്യമല്ല അത്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തും പറ. അപ്പൊ ഈ മോണ്ടിസോറിയിൽ ഉപയോഗിക്കണം, എങ്ങനെ കുട്ടീനെ പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ളത് അത് ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഏത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ ഉപയോഗിക്കാം. രണ്ടാമത് വരുന്ന ഈ സെൻസോറിയലാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് വരുന്നത്. അതായത് ഏതൊക്കെയാ 5 സെൻസ് ഓർഗൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇയർ, ഐസ്, നോസ്, മൗത്ത് ആൻഡ് സ്കിൻ. ദീസ് ആർ ദ 5 സെൻസ് ഓർഗൻസ്. സൈറ്റ്, സൗണ്ട്, സ്മെല്ല്, പിന്നെ ഏതാ? ടച്ച്. ഒന്നും കൂടി പറയാം, വിട്ടുപോയല്ലോ. സ്മെല്ല്, ടേസ്റ്റ്. അത് പറയുന്നില്ല. ടേസ്റ്റ്, സ്മെല്ല്, പിന്നെ ഇയറിങ്സ്, സൗണ്ട്. അത് പറഞ്ഞല്ലോ. സ്മെല്ല് പറഞ്ഞു, സൗണ്ട് പറഞ്ഞു. 5 സെൻസ് ഓർഗൻസ് ഏതൊക്കെയാ? പറ. ഐ, സൈറ്റ്. ഐസ് ഉപയോഗിച്ച് സൈറ്റ്, നോസ് ഉപയോഗിച്ച് സ്മെൽ, ഇയർ ഉപയോഗിച്ച് സൗണ്ട് അഥവാ ഇയറിങ്സ്, പിന്നെ ടേസ്റ്റ്, പിന്നെ ടച്ചിങ്, സ്കിൻ ഉപയോഗിച്ച് ടച്ചിങ്. ദീസ് ആർ ദ 5 സെൻസ് ഓർഗൻസ്. ഇനി മാത്തമാറ്റിക്സ് ഏരിയ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാലോ, മാത്തമാറ്റിക്സിൽ നമ്മൾ കാര്യമായിട്ട് എന്തൊക്കെയാ പഠിക്കുന്നത്? അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇനി ഇതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് തന്നെ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഒക്കെ വരും. അതൊക്കെ മാത്തമാറ്റിക്സിൽ. പിന്നെന്താ? ലാംഗ്വേജ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് അല്ലെ? നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ്. ലാസ്റ്റ് വരുന്നത് കൾച്ചർ. കൾച്ചർ മീൻസ് എന്തറിയോ? സയൻസ് സബ്ജക്ട്സ്. യെസ്, ആരോ പറഞ്ഞല്ലേ? കൾച്ചർ മീൻസ് സയൻസ് സബ്ജക്ട്സ് ആണ്. ബയോളജി, സുവോളജി, ജിയോളജി, സോഷ്യൽ, ഇതൊക്കെ വരുന്നത് കൾച്ചറിന്റെ അണ്ടറിലാണ്. അപ്പൊ ഈ 5 ഏരിയകളിലൂടെയാണ് മോണ്ടിസോറി കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്റെ ക്ലാസ് കേൾക്കുക, അശ്വതി മാമിന്റെ ക്ലാസ് കേൾക്കുക. ഏത് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നതിലൂടെ നിങ്ങളുടെ ആത്യന്തികമായ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ? ഒരു ടീച്ചറായിട്ട് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഫൈനൽ എയിം എന്ന് പറയുന്നത് അല്ലെ? ഏറ്റവും അവസാനത്തെ നിങ്ങളുടെ ലക്ഷ്യം അതാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലെ? വേണ്ടേ? എന്താണ് മോണ്ടിസോറി എന്നും മോണ്ടിസോറിയുടെ രീതികൾ എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പതിയെ ഓരോ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ സോഷ്യൽ എക്കണോമിക്സിൽ BEd ചെയ്യാണ്, ആന്ധ്രാപ്രദേശ് യൂണിവേഴ്സിറ്റിന്റെ. ഇപ്പൊ നിങ്ങൾ എന്തിനാ ഇപ്പം ചെയ്യുന്ന? ടീച്ചറല്ലേ? ടീച്ചറാണ്. BEd ചെയ്ത് PG ചെയ്ത് ടീച്ചറാണ്. പക്ഷെ എനിക്ക് എക്കണോമിക്സിൽ BEd വേണ്ടതുകൊണ്ട് ഞാനിപ്പോ ഡിസ്റ്റൻസ് ആയിട്ട് BEd ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ആൽഫബറ്റിനും അതിൻ്റെതായ സൗണ്ട് ഉണ്ട്. ഓരോ ആൽഫബറ്റിനും അതിൻ്റെതായ സൗണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആൽഫബറ്റായ എ എന്ന് പറയുന്ന ആൽഫബറ്റിന് എന്തുണ്ട്? ഒരു സൗണ്ട് ഉണ്ട്. ആർക്കെങ്കിലും അറിയോ എന്റെ സൗണ്ട് എന്താന്ന്? എയോ? ആയോ? അല്ല. അല്ല. യെസ്, കറക്റ്റ്. എയുടെ സൗണ്ട് ആ ആണ്. അതായത് ആ സൗണ്ട് എങ്ങനെ വരികയെന്നറിയാം? നമ്മുടെ ഈ കൈയില്ലേ, ഈ നമ്മുടെ ചിന്നില്ലേ, താടിയുടെ അടിയിൽ പിടിച്ചിട്ട് വായ നല്ലോണം തുറക്കുമ്പോൾ കിട്ടുന്ന ആ സൗണ്ട് ആ.
ആ സൗണ്ടാണ് ശരിക്കും എ എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ സൗണ്ട്. നമ്മൾ പറയുന്ന ആപ്പിൾ ഇല്ലേ, ആപ്പിൾ അല്ല, ഇറ്റ്സ് നോട്ട് ആപ്പിൾ, ഇറ്റ്സ് ആപ്പോ, ഇറ്റ്സ് ആപ്പോ, അതാണ് ആപ്പിൾ. നമ്മൾ പറയും അയ്യ മറ്റേ സായിപ്പന്മാർ പറയുന്ന പോലെ, അങ്ങനെയല്ല. പക്ഷെ നല്ല സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടീന്റെ ലക്ഷണം, ആ കുട്ടിയുടെ നല്ല പ്രൊനൗൺസിയേഷൻ ആയിരിക്കും അല്ലെ. നിങ്ങൾക്ക് കങ്കാരൂനറിയോ? കങ്കാരു അറിയില്ല? ഇങ്ങനെ തുള്ളി തുള്ളി പോന്ന് കങ്കാരൂനറിയില്ലേ? കങ്കാരുവിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ? യെസ്, ഇറ്റ്സ് കാങ്കറു. കാങ്കറു ആണ്. നമ്മ പണ്ട് എങ്ങനെ പഠിച്ച് കങ് കൊടുക്കുന്ന വേർഡ് ആപ്പിൾ ആണല്ലേ. എ ഫോർ ആപ്പിൾ. എ ഫോർ അല്ല ട്ടാ, എ ഈസ് ഫോർ ആണ് ആപ്പിൾ എന്നാ പറയേണ്ടത്. നമ്മൾ പണ്ടേ പഠിക്കല് എ ഫോർ ആപ്പിൾ, എ ഫോർ ആപ്പിൾ എന്നാ. ശരിക്കും എ ഈസ് ഫോർ ആപ്പിൾ. എ ഈസ് ഫോർ ആപ്പിൾ ആണ്, അതിന്റെ ചെറിയ ചുരുക്കമാണ് എ ഫോർ ആപ്പിൾ. അപ്പോ എ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മ അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാം. ആപ്പിള് ആപ്പിള് എന്ന് പറയേ ചെയ്യരുത്. കാരണം നമ്മൾ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്നത് എന്നറിയോ, അവരൊരു കാർബൺ കോപ്പി പോലെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അത് അവരുടെ ഉള്ളിൽ അവര് പോലും അറിയാതെ കോൺക്രീറ്റ് ആകുകയാണ്, അവിടെ പതിയാണ് അതങ്ങനെ. പലപ്പോഴും എൻ്റെ ക്ലാസ്സിലുള്ള 6 7 പഠിക്കുന്ന കുട്ടികൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഞാൻ ഈ കയ്യും കാലിട്ടടിക്കുന്ന പോലെയും ഞാൻ ഈ പറയുന്ന പോലെ സംസാരിക്കുന്ന എല്ലാം കുട്ടികളുണ്ട്. എന്നെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ അവര് നമ്മൾ ചെയ്യുന്ന പോലെ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യുന്നത്, അവരിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആപ്പിള്, ബനാന അങ്ങനെയൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത്. എന്താണോ അതിൻ്റെ കൃത്യമായ പ്രൊനൗൺസിയേഷൻ അത് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അങ്ങനെ നമ്മളും പറയാൻ പറ്റൂ. അപ്പം എന്ത് ചെയ്യും, നമ്മളും ഇമ്പ്രൂവ് ആവും, അവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ ഇമ്പ്രൂവ് ആവണം. നമ്മളിപ്പോൾ ഒന്നും അറിയാണ്ട് നിങ്ങൾ ആദ്യം കയറുന്ന പോലെ ആവരുത്. 1 വർഷം കഴിയുമ്പോൾ നിങ്ങളിലെ ഉള്ളിലെ ടീച്ചർ നിങ്ങൾ എന്താവണം, നിങ്ങൾ ഇമ്പ്രൂവ് ആവണം, വേണ്ടേ? അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ ഇതാണ് ബീന്റെ സൗണ്ട്. നെക്സ്റ്റ് ആൽഫബറ്റ് എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ നിങ്ങൾ ഈ മോണ്ടിസോറിയിൽ അറിയുമായിരിക്കും, നിങ്ങൾ നമ്മളൊരു സാധനം കാണിച്ചു കൊടുക്കുമ്പോൾ 2 ഫിംഗേഴ്സ് ഉപയോഗിക്കുക. ഇവിടെ നടുക്കൊന്നും ഒരിക്കലും പിടിക്കൂല കേട്ടാ. ഇങ്ങനെ നടുക്ക് കയറിയിട്ടൊന്നും ഒരിക്കലും ഓരോ അപ്പാരറ്റസും നടുക്കൊന്നും പിടിക്കൂല. ആ സൈഡിലും ഇങ്ങനെ ഇതായിട്ടേ പിടിക്കുള്ളൂ. പിടിക്കുന്നതിൽ തന്നെ മോണ്ടിസോറിയിൽ ഒരു രീതിയാണ് ഇങ്ങനെ. പിന്നെ നമ്മൾ എന്ത് കാണിക്കുമ്പോഴും നമ്മുടെ ഫൈൻ മോട്ടോർ സ്കില്ലാണ്, ഹാൻഡിന്റെയും പിന്നെ അതേപോലെ കോൺസെൻട്രേഷൻ, ഐസ് കോൺസെൻട്രേഷൻ, അതേപോലെ സെൽഫ് ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെയാണ് മോണ്ടിസോറിയിൽ. അതായത് ഫൈൻ മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കൈയിന്റെയും കാലിന്റെയൊക്കെ ചലനം, മനസ്സിലായോ? പിന്നെ കോൺസെൻട്രേഷൻ, ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസ് ഓർഗൻസ്, നമ്മുടെ ഐസ്. പിന്നെന്താ ഉപയോഗിക്കുന്നത്, ആ കോൺസെൻട്രേഷനായി, അതേപോലെ നമ്മളെ കാലിന്റെയും കൈയിന്റെയും ചലനമായി. പിന്നെ നമ്മൾ സെൽഫ് ഡിപ്പെൻഡ് ആണ്, ആരെയും ആശ്രയിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയാണ്. അതൊക്കെയാണ് എന്ത്, മോണ്ടിസോറി. ഓക്കെ, അപ്പൊ ഇത് സി. സീന്റെ എന്താ സൗണ്ട്, എന്താ? സി സൗണ്ട്സ് ക. ഇപ്പൊ സി സൗണ്ട്സ് ക എന്നുള്ളതാണ് സീന്റേത്. കാറ്റ്, കൗ, സ്റ്റാൻഡിംഗ് ലൈൻ, കേവ്, സർക്കിള്. ഇതിലൂടെയാണ് നമ്മൾ ആദ്യം റൈറ്റിംഗിന്റെ ഫസ്റ്റ് തുടങ്ങൽ, അങ്ങനെയാണ്. ഓക്കെ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടാ. അതൊന്നും എടി മോണ്ടിസോറിയിൽ ക്ലാസ് ഒന്നും എടുത്തരൂല, പക്ഷെ നിങ്ങൾ അതൊക്കെ പഠിച്ചിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അപ്ഡേറ്റഡ് ആയിരിക്കണം. കാലത്തിനനുസരിച്ച് നമ്മൾ എന്ത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇവിടെ എഫ് ഇല്ല, എഫ് സൗണ്ട്. അപ്പൊ ഫിഷ് അല്ലെ, ഫ്രോഗ്. അപ്പൊ ആ സൗണ്ട് എന്നല്ല, ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ കുട്ടികൾക്ക് അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞ് ശീലിക്കുന്നത്. എന്നില്ല, ആ കാറ്റ് ശബ്ദം മാത്രമേ ശരിക്കുള്ളൂ. പിന്നെ ജി, ജിക്ക് കുറച്ച് വ്യത്യാസം വന്നു. 1 0 ഇങ്ങനെ പിടിക്കുക. ഇപ്പൊ താഴെ വെച്ചിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ നോബിലാ പിടിക്കുക. ഇവിടെ ഈ നോബില്ലേ, ഇതിലാണ് നമ്മൾ പിടിക്കുക. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും പിടിക്കൂല. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊന്നും പിടിക്കൂല. നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ നോബ് തന്നെ, അതായത് ഇപ്പൊ എങ്ങനെ കാണിച്ചു കൊടുക്കുക. ഈ എങ്ങനെ എഴുതിയിട്ടുണ്ട്, റെഡ് കളറിലുള്ള ന്യൂമറൽസ് ആണ് 1 to 10. അതിനുശേഷം വരുന്ന 11 to 18 വരുന്നത് എങ്ങനെയാണ്, ബ്ലൂ കളർ ന്യൂമറൽസ് ആണ് വരുന്നത്. അല്ലെ, എല്ലാവർക്കും വിസിബിൾ അല്ലേ? ആ എൻഡ് മുതൽ ആ എൻഡ് വരെയുള്ള എല്ലാവർക്കും വിസിബിൾ അല്ലേ? ഇതാണ് എന്ത്, മോണ്ടിസോറിയിൽ ദിസ് ഈസ് അഡീഷൻ സ്ട്രിപ്പ് ബോർഡ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് 5 to 6 എന്ന് പറയുന്ന ഇക്വേഷന് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ
ഇപ്പൊ നമ്മൾ മോണ്ടിസോറിയിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു മാറ്റ് മോണ്ടിസോറി താഴെ ഇരുന്നിട്ടാട്ടോ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അറിയില്ല? അതായത് ടീച്ചർ താഴെ ഇരുന്നിട്ട് ഒരു മാറ്റില്ലേ, ഇതേപോലെ ഒരു മാറ്റ് വിരിക്കും. എന്നിട്ട് അതിൽ നമ്മൾ എന്താണോ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് ആ മാറ്റിൽ വെക്കും. അപ്പോൾ ഒരു ട്രേയിൽ നമ്മൾക്ക് തൊട്ട് ഇപ്പുറത്ത് സാധനങ്ങൾ ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ അഡീഷൻ ആണ് ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കുട്ടിക്ക് അഡീഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടീനെ ഞാൻ എൻ്റെ അടുത്ത് വിളിക്കുന്നു. നമ്മൾ എന്താ പറയാ? മൈ ഡിയർ ചൈൽഡ്, കം ഹിയർ, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ആൻ ഇൻട്രസ്റ്റിംഗ് തിങ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുട്ടീനെ വിളിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പം വിളിക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? എപ്പോഴും നമ്മൾ കുട്ടികളോട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പൊളൈറ്റ് ലാംഗ്വേജ് ആയിരിക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. SSLC യോഗ്യതയുള്ളവർക്ക് 1 വർഷം കൊണ്ട് ടീച്ചറാകാം. സർക്കാർ, മാനേജ്മെന്റ്, ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് MTTC-യിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴ്സിന്റെ പ്രത്യേകതകൾ: ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസോറി ലാബുകൾ. നിങ്ങൾക്കും ഒരു ടീച്ചറാകാം. ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ്, നിയർ MIUP സ്കൂൾ, കുറ്റിയാടി.